എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇനി മുതൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പുംതണ്ട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് ചേമ്പുംതണ്ട് ചെറുതായി അരിഞ്ഞത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി, വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അടുത്തതായി ഒരു പിടി നാളികേരത്തിൽ 2 പച്ചമുളക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റണം. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വളരെ കുറവ് എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും കുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും വളരെ കുറച്ച്, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലാക്കി വെച്ച് നമ്മൾ കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം അടി പിടിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ എപ്പോഴും കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ അതിലൊന്നും ഒരിക്കലും കാര്യമില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പുംതണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഉപ്പാണെങ്കിലും വളരെ കുറവാണ് വേണ്ടുള്ളൂ. കാരണം നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി ഒരുപാട് തോന്നുന്നുണ്ടെങ്കിലും അതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരവും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എരിവിന് വേണ്ടി വേറൊരു ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് ഈ ചേമ്പുംതണ്ടിലേക്ക് പിടിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മളത് ഇട്ട് കൊടുക്കണം. നമ്മൾ എരിവിന് വേണ്ടി വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയിലാണെങ്കിൽ നമ്മൾ നാളികേരം ചതച്ചത് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷേ നമ്മളിവിടെ എരിവിന് വേണ്ടി വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നാളികേരവും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് നമ്മളൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ ലോ ആക്കി വയ്ക്കണം. ഉയർന്ന ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വളരെ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചേമ്പുംതണ്ട് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ക്വിക്കായിട്ട്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.